ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇക്കാനെ വിളിച്ചിട്ട് പറഞ്ഞ് കലക്കിച്ചിട്ടതും അണ്ടാ ബുർജി ഉണ്ടാക്കാൻ. ഞങ്ങൾ ഈ അണ്ടാ ബുർജി എന്ന് പറയുന്നത് ഈ മുട്ട ചിക്കനാണ്. കലക്കിച്ചിട്ടത് ഉണ്ടാക്കുന്നത് ഈ മൈദ ദോശയൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഇരിക്കും. അതുണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് കയറിയപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് ഇടി ഉണ്ടാക്കുന്നത് കസേരക്ക് വേണ്ടി. പിന്നെ കുറച്ച് നേരം എവിടെയെങ്കിലും പോയി അടങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് മുന്തിരിങ്ങ എടുത്ത് കൊടുത്ത് പിന്നെ അതും വെച്ചുകൊണ്ട് അവിടെ മാറിയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജോലി നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. മൈദ കലക്കി കുറച്ച് നേരം വെക്കണം, അതിനകത്തുള്ള ബബിൾസ് ഒക്കെ പോകണം. അങ്ങനെ മൈദ കലക്കി കുറച്ച് നേരം വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം പുറത്ത് പോയി അവരുടെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക വരുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഇച്ചു പാല് കൊണ്ട് തരും. ഇക്ക അവൻ്റെ കയ്യിലാണ് കൊടുത്തു വിടുന്നത്. അങ്ങനെ ഇക്ക പറഞ്ഞ് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് പടത്തിന് പോകാനുള്ള ഞാൻ ടിക്കറ്റ് എടുത്തിട്ടാണ് വന്നതെന്ന്. ഏത് മൂവിയാന്ന് പോലും ഞാൻ ചോദിക്കാതെ ചടപടയെന്ന് പറഞ്ഞ് ഞാൻ ജോലി ഒതുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് കറിക്കുള്ള അരിയുമായിരുന്നു. ഇക്കൊക്കെ അന്ന് ആക്സിഡന്റ് ആയപ്പോഴത്തേക്കും താടിക്ക് 3 സ്റ്റിച്ചും പല്ലൊന്നും ഇളകിയിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് കമ്പിയിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് ജ്യൂസാണ് എനിക്ക് കൂടുതലും കഴിക്കാറ്. പിന്നെ ഈ അപ്പമൊക്കെ എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആയതുകൊണ്ട് ഇക്ക അങ്ങ് ചവച്ചിറക്കിക്കോളും. അന്നേരത്തേക്ക് ഇക്ക പറഞ്ഞ് കുറച്ച് ജ്യൂസ് അടിച്ച് കാണുന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ കുറച്ച് ആപ്പിൾ എടുത്ത് അരിഞ്ഞ് ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സൈഡിൽ കറി ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ അണ്ടാ ബുർജി ഓൾമോസ്റ്റ് സെറ്റ് ആവുന്നുണ്ട്. മസാല ഇങ്ങനെ പൊടിയൊക്കെ ഇട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ച് ഇങ്ങനെ ചിക്കി എടുക്കും. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് ഗേറ്റും പൂട്ടി ഞങ്ങൾ നേരെ പൊന്നുവിനെ ക്ഷപിക്കാനെ വിളിക്കാനാണ് പോകുന്നത്. അവരും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. അവിടെ ചെന്നപ്പോൾ തന്നെ പൊന്നു ഗേറ്റ് പൂട്ടി ഇറങ്ങുന്നുണ്ടായിരുന്നു. 11 മണിക്കത്തെ ഷോ ആയിരുന്നു. ഞങ്ങളിവിടുന്ന് 10:50 ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. റെയിൽബാനിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് പോയാൽ മതി ഞങ്ങൾക്ക് ഇവിടുന്ന്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. മൂവി കഴിഞ്ഞ് ആൾക്കാർ ഇറങ്ങുന്നുണ്ടായിരുന്നു, കയറുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ പരിചയമുള്ള ഒത്തിരി ആൾക്കാരെ കണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരന്മാരെയും കൂട്ടുകാരികളെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണാൻ പോയിട്ടുണ്ടായിരുന്ന മൂവി ചത്താപ്പച്ചയായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നു. ഇക്ക പറഞ്ഞ ഇക്കയ്ക്ക് ആവറേജേ ഉള്ളായിരുന്നു അന്ന്. ഇച്ചു വായും തിയേറ്ററിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ അവർ പകൽ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് കളിക്കുമായിരുന്നു. അങ്ങനെ അവർ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനത്തിൽ പടം കാണാൻ പറ്റിയില്ലെങ്കിൽ ഒരാൾ അങ്ങോട്ട് ഓടുക, ഒരാൾ ഇങ്ങോട്ട് ഓടുക, പിന്നെ അവരുടെ പുറകെ ഓടാനേ നേരം കാണത്തുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പടമൊക്കെ കണ്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.